1 വയസ്സുള്ള കുഞ്ഞിന് പാല് കൊടുക്കവേ കുഴഞ്ഞു വീണു മരിച്ച യുവതിയുടെ മരണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഒറ്റപ്പാലം ചോറോട്ടൂർ പ്ലാപ്പടത്തിൽ തൊടി സന്തോഷിന്റെ ഭാര്യ കൃപ കുഞ്ഞിന് പാലൂട്ടവേ കുഴഞ്ഞു വീണു മരിച്ചത്. 25 വയസ്സുള്ള കൃപയുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള പ്രാഥമിക നിഗമനത്തിൽ മരണകാരണമായി പറഞ്ഞിരിക്കുന്നത് താപാഘാതമാണ്. 1.5 വയസ്സുള്ള മകൾ കൃതികയ്ക്ക് ഉച്ചയ്ക്ക് 12 മണിയോടെ വീടിന്റെ തുറന്ന മേൽനിലയിൽ നിന്ന് പാലൂട്ടുന്നതിനിടെയാണ് കൃപ കുഴഞ്ഞു വീണത്. ടെറസിൽ ഷീറ്റിട്ട വീടാണ് ഇതെന്നാണ് സൂചന. അമ്മ കുഴഞ്ഞു വീണപ്പോൾ തുടർച്ചയായി കുഞ്ഞു കരഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ട് ബന്ധുക്കൾ ഓടിയെത്തിയപ്പോഴാണ് അബോധാവസ്ഥയിൽ കൃപയെ കണ്ടത്. ഉടൻ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കൃപയുടെ ജീവൻ രക്ഷിക്കാനായില്ല. കൃപ കുഴഞ്ഞു വീണു മരിച്ചത് താപാഘാതത്തെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള പ്രാഥമിക നിഗമനത്തിൽ സൂചനയുള്ളത്. അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കും മുൻപ് സ്ഥലത്തു സംഭവിച്ച കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കും. ഒറ്റപ്പാലം ചോറോട്ടൂരിലെ വീട്ടിൽ നിന്ന് കാരക്കാട്ട് മാതാപിതാക്കൾ താമസിക്കുന്ന വീട്ടിലേക്ക് ബന്ധുവിന്റെ വിവാഹത്തോടനുബന്ധിച്ചുള്ള വളയിടൽ ചടങ്ങിൽ പങ്കെടുക്കാൻ വെള്ളിയാഴ്ച വൈകിട്ടാണ് കൃപ എത്തിയത്. ചടങ്ങു നടക്കുന്ന മാതൃ സഹോദരിയുടെ വീട്ടിൽ വെച്ചാണ് സംഭവം നടന്നത്. അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള പ്രാഥമിക നിഗമന റിപ്പോർട്ട് പുറത്തുവന്നത് ബന്ധുക്കൾക്ക് ഇനിയും വിശ്വസിക്കാനായിട്ടില്ല. താപാഘാതത്തെ തുടർന്നാണ് കൃപയുടെ മരണം. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെയാണ് താപാഘാതം സംഭവിക്കുന്നത്. ഇത് ഗുരുതര അവസ്ഥയെന്നാണ് വിദഗ്ധർ പറയുന്നത്. നേരിട്ട് കടുത്ത സൂര്യപ്രകാശം ഏൽക്കുന്നവർക്ക് സൂര്യതാപമേറ്റുള്ള പൊള്ളൽ മൂലം മരണം സംഭവിച്ച സംഭവങ്ങൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും താപാഘാതം അപൂർവമാണ്. ശരീര ഊഷ്മാവ് 104 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വരുന്ന അവസ്ഥയാണ് താപാഘാതത്തിലേക്ക് എത്തിക്കുന്നതെന്ന് അനങ്ങനടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോർജ് മരിയൻ കുറ്റിക്കാട്ട് പറഞ്ഞു. താപാഘാതം സംഭവിക്കുന്നതോടെ അപസ്മാരം വരും. ഇത് തലച്ചോറിനെയും പേശികളെയും വൃക്കകളെയും ബാധിക്കും. ശരീരത്തിലെ ജലാംശവും ലവണാംശവും കുറയും. ഇത് മരണകാരണമാകും. ശരീരോഷ്മാവ് പെട്ടെന്ന് ഉയരുന്നതായി ശ്രദ്ധയിൽപ്പെടുക, മൂത്രം കുറഞ്ഞ അളവിൽ പോവുകയും നിറമാറ്റം ഉണ്ടാവുകയും ചെയ്യുക, ദാഹം ഒട്ടും തോന്നാതിരിക്കുക തുടങ്ങിയവയാണ് താപാഘാത ലക്ഷണങ്ങൾ. താപാഘാത ലക്ഷണങ്ങൾ കണ്ടാൽ ശരീരോഷ്മാവ് കുറയ്ക്കുകയാണ് ആദ്യം വേണ്ടത്. ഫാനിന് ചുവട്ടിൽ കാറ്റേൽക്കുന്ന വിധം കിടത്തി വെള്ളം ശരീരത്തിലേക്ക് സ്പ്രേ ചെയ്യണം. ഉടൻ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യസഹായം ലഭ്യമാക്കണമെന്നും വിദഗ്ധർ ഉപദേശം നൽകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി ലൈഫ്.